സ്വർഗത്തിൽ ഇങ്ങനെ പാറിക്കളിക്കാൻ പറ്റിയ അവസ്ഥയിൽ നിങ്ങൾ സ്വർഗത്തിൽ ഇങ്ങനെ പാറിക്കളിക്കാൻ പറ്റുന്നൊരവസരം, അത് മക്കളെ കൊണ്ട് കിട്ടുന്നൊരു അനുഗ്രഹമാണ്. ഖുർറത്തുൽ ഐൻ, കൺകുളിർമയുണ്ടാക്കുന്ന ഒരു വലിയ ആശയം. എന്റെ ജ്യേഷ്ഠാനുജന്മാരെ, ഒരു മനുഷ്യന് ഏറ്റവും വലിയ റാഹത്തും സന്തോഷവും മക്കളെ കാണുമ്പോഴുണ്ടാകുന്ന ഒരു അനുഭൂതിയാണ്. എവിടെയാണ് പിതാക്കളെ, എവിടെയാണ് എന്റെ പെങ്ങളെ സമാധാനമുള്ളത്, സന്തോഷമുള്ളത്? മക്കൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇല്ല എന്ന വിഷമേ ഉള്ളൂ. ഉണ്ടായിപ്പോയല്ലോ എന്ന് പറയുന്ന എത്ര വലിയ ഹാജിമാരുണ്ട്, ഹജ്ജുമ്മമാരുണ്ട്. കഅബാലയത്തിന്റെ ഖില്ല പിടിക്കാൻ അവസരം ലഭിച്ചു പോയ എത്ര വലിയ ഹാജിമാരും ഹജ്ജുമ്മമാരും ഈ മക്കളെ കൊണ്ട് കുടുങ്ങിയല്ലോ എന്നുള്ള കാരണം മനസ്സ് പതറുകയാണ്. എന്തൊക്കെയോ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി ആരാണ് ഉമ്മ? സ്വർഗത്തിലെ കവാടങ്ങളിൽ ധാരാളം സ്വർഗത്തിൽ കവാടങ്ങളുണ്ട്. സ്വർഗത്തിന്റെ കവാടങ്ങളിൽ പ്രധാനപ്പെട്ട കവാടം ഏതാണ്? അല്ലയോ സ്വഹാബികളെ, അത് നമ്മുടെ ഉപ്പയാകുന്നു. അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന, സ്വർഗത്തിലെ കവാടങ്ങളിലെ ഏറ്റവും കുളിർമയുള്ളതും പ്രധാനമുള്ളതും അത് വാപ്പയാണ്, അത് ഉപ്പയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഉപ്പ ആരാണെന്ന് തിരിയാത്ത, ഉമ്മയെക്കുറിച്ച് പോലും അറിയുന്ന കുട്ടികൾ, പക്ഷെ അവർക്ക് ഉപ്പയെ അറിയുന്നില്ല. ഞാൻ വേദനാജനകമായ രൂപത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്, ആ കുട്ടികൾക്ക് മോനെ നമ്മുടെ ഉപ്പ ആരാൻ ഇത് പഠിപ്പിക്കുന്നത് ആദ്യമായി പരിശുദ്ധ ഖുർആനിലെ ഒരക്ഷരം പഠിപ്പിക്കുന്ന, നമ്മുടെ മദ്രസയിലെ 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അഭിവന്ദ്യരായ ഉസ്താദുമാർ, അവരുടെ പദവി എത്രയാണെന്നറിയോ? നമുക്ക് ചെറുതാക്കാനുണ്ട്, നമുക്ക് കൊച്ചാക്കാനുണ്ട്, ചിലപ്പോഴൊക്കെ മുഖത്തടിക്കാൻ വരെ പല ആളുകളും തുനിയുന്നുണ്ട്. അഭിവന്ദ്യരായ ഉസ്താദുമാരുടെ, ഞാനിപ്പോൾ വരുമ്പോൾ ഒരു വീഡിയോ കണ്ടു, മനസ്സ് വല്ലാതെ പതറിപ്പോയി. സ്വന്തം മക്കൾക്ക് ദീന് പഠിപ്പിക്കുന്ന ആരാണ് ഉമ്മ? മോനെ, ഉമ്മ എന്ന് പറഞ്ഞാൽ മാമിൻ വലദിൽ യൻദുറു ഇലാ വാലിദൈഹി നദറു റഹ്മാ, പൊന്നുമ്മയുടെ വാപ്പയുടെ മുഖത്ത് സന്തോഷത്തോടൊരു നോട്ടം നോക്കുന്ന മക്കൾക്ക് കഅബാലയത്തിന്റെ ഖില്ല പിടിച്ച് ഹജ്ജ് ചെയ്ത പ്രതിഫലമാണെന്ന് പഠിപ്പിക്കുന്ന അഭിവന്ദ്യരായ നമ്മുടെ ഉസ്താദുമാർ, നമുക്ക് നമ്മുടെ കുട്ടികളെ വളർത്താൻ 5 വയസ്സുള്ള 8 വയസ്സുള്ള 10 വയസ്സുള്ള മക്കളെ പോലും നമുക്ക് പോറ്റാൻ കഴിയുന്നില്ല. നമുക്കൊന്ന് കൈപിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഉസ്താദേ ദ്വാരക്കണം, മക്കള് പറഞ്ഞാൽ കേൾക്കുന്നില്ല, എന്ത് പറഞ്ഞാലും മക്കള് കേൾക്കുന്നില്ല എന്നിങ്ങനെ എത്ര പിതാക്കളും ഉമ്മമാരും പറയുന്നു. എന്നാൽ ആ കുട്ടികളെ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു ചെറിയ രൂപത്തിൽ ഒരു ഹിക്മത്തോടുകൂടെ എന്തെങ്കിലും കുട്ടികളോടൊന്ന് പറയുകയോ തലയോടുകയോ, അതല്ലെങ്കിൽ ഒരു ചെറിയ രൂപത്തിൽ ഒരു ശിക്ഷ നൽകുമ്പോഴേക്കും ആ ഉസ്താദിന്റെ മുഖത്തടിക്കുന്ന കവളത്തടിക്കുന്നവൻ മലയാള മണ്ണിലും മറ്റു സ്ഥലങ്ങളിലും വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മാതാപിതാക്കളെ, അല്ലാഹു തആല നമുക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട നിഅമത്ത് നമ്മുടെ മക്കളാണ്. നമ്മുടെ മക്കളെങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ യാ റബ്ബനാ ഖുദ് ലനാ ബിഹഖ്നാ, എന്നെ നീ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് മുമ്പ് ആദ്യം വലിച്ചെറിയേണ്ടത് എന്റെ ഉപ്പയെയാകുന്നു എന്ന് നമ്മുടെ മക്കൾ പറയുന്നൊരു ഘട്ടമുണ്ട്. നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുന്നു? നമ്മുടെ മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞയച്ചിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അഭിവന്ദ്യരായ പൊന്നു ഉസ്താദുമാർ
ഉസ്താദുമാർ ഒരക്ഷരം ഞാൻ ഓർത്തു പോകുന്നു. എന്നെ എന്റെ ഉപ്പ മദ്രസയിൽ കൊണ്ടുപോയി ചേർത്തുമ്പോൾ എനിക്ക് ആദ്യമായി അലിഫ് പഠിപ്പിച്ചു തന്ന എന്റെ ആ മദ്രസയിലെ ഉസ്താദ് ഇന്ന് പള്ളിക്കാട്ടിൽ കിടക്കുകയാണ്. അല്ലാഹു ഉസ്താദുമാരുടെ ഖബറിടം സ്വർഗ്ഗത്തൊപ്പാക്കുമാറാവട്ടെ. ആ ഉസ്താദ് പഠിപ്പിച്ചു തന്നതുകൊണ്ട്, ഖുർആൻ ഓതാൻ ഉസ്താദുമാർ പഠിപ്പിച്ചു തന്നതുകൊണ്ട് ഖുർആൻ ഓതാനും 5 വഖത്ത് നിസ്കരിക്കാനും ഒക്കെ വഴി കാണിച്ചു തരുന്ന ഉപ്പയല്ല, ഉമ്മയല്ല, അഭിവന്ദരായ ഉസ്താദുമാരാണ്. പക്ഷേ നമ്മുടെ മക്കൾക്ക് വേണ്ടി പിതാക്കൾ എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ പണത്തിന്റെ പ്രസരിപ്പ് കൊണ്ട്, അല്ലെങ്കിൽ വാട്സപ്പിലൂടെയും മറ്റുമുള്ള പ്രസരിപ്പുകളെ കൊണ്ടും തണ്ട് കാരണമായി തെറിവിളിക്കുകയും ഉസ്താദുമാരുടെ വരെ മുഖത്തടിക്കുകയും ചെയ്യുന്നൊരവസ്ഥ നാം നമ്മുടെ രാജ്യത്ത് കണ്ടുവരുന്ന അവസ്ഥയുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ നാം എന്ത് ചെയ്യുന്നു? നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നിനക്കുള്ള പ്രാർത്ഥന കൊണ്ടവർ വളരേണ്ടതാ. ഇടമട ലഭിച്ചാൽ ചെടികളും മുളക്കുന്നതാ. പിടിച്ചെന്നു കണ്ടാൽ കയ്യുയർത്തി നീ തേടണം. അതുമാത്രമല്ല ശരിക്ക് ഭരമേൽപ്പിക്കണം. മാതാപിതാക്കളോട് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. തടവ ഉസ്താദിന്റെ ദറജ അല്ലാഹു ഏറ്റിക്കൊടുക്കട്ടെ. സാധാരണക്കാർക്ക് പറ്റിയ രൂപത്തിൽ അത് കവിതയുടെ രൂപത്തിൽ അങ്ങ് എഴുതിയതാണ്. അത് മഹാന്മാർ പഠിപ്പിച്ചതാണ്. നിനക്കുള്ള പ്രാർത്ഥന കൊണ്ടവർ വളരേണ്ടതാ. 5 വഖത്തിലും എന്റെ മക്കളെ നന്നാക്കണേ അല്ലാ, എന്റെ കുട്ടികളെ നന്നാക്കണേ അല്ലാ, എന്റെ മക്കൾക്ക് നല്ല ഭാവി കൊടുക്കണേ അല്ലാ. 5 വഖത്തിലും മുസ്ലിമീങ്ങളെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മൾ ദുആ ചെയ്യാറുണ്ടോ? പിടച്ചെന്നു കണ്ടാൽ കയ്യുയർത്തി നീ തേടണം. അതുമാത്രമല്ല ശരിക്ക് ഭരമേൽപ്പിക്കണം. ഈ കാലഘട്ടത്തിൽ കണ്ടോ, ഈ മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളും ഉമറാക്കളുടെ സഹായത്തോടുകൂടെ ഈ മഹത്തായ മജ്‌ലിസ് ഇതുപോലെ നടത്തി. ഈ മജ്‌ലിസിൽ കൂടുമ്പോൾ ഫുട്ബോളിന്റെ ഹരമാണ്, ഫുട്ബോളിന്റെ ലഹരിയാണ്. അതിലൂടെ 10,000 മുടക്കിയിട്ട് ഫ്ലെക്സുകളും മറ്റും നമ്മുടെ കുട്ടികളുടെ പ്രായത്തിലുള്ള മക്കൾ 10,000 മുടക്കി രാത്രി 2 മണിയും 3 മണിയും 4 മണിക്കും ഉറക്കമടിച്ചുകൊണ്ട് റോഡരികൂടെയും മറ്റും കടകളുടെ ചാരത്തും വരാന്തകളും ഇരുന്നു കൊണ്ട് വാട്സപ്പിലൂടെയും മറ്റും അതുപോലെ മറ്റു വിഷയത്തിലൂടെയും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിടച്ചെന്നു കണ്ടാൽ കയ്യുയർത്തി നീ തേടണം. അതുമാത്രമല്ല ശരിക്ക് ഭരമേൽപ്പിക്കണം. മക്കൾ പാവങ്ങളാണ്, നമ്മുടെ കുട്ടികൾ സാധുക്കളാണ്. അവരെ മോശമാക്കിയത് കൊണ്ടായില്ല. ഒരു 20 കൊല്ലം മുമ്പ് നമ്മുടെ ഈ രാജ്യത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന ഏത് ബസ്സിലാണ് സഹോദരങ്ങളെ ടെലിവിഷൻ ഉണ്ടായിരുന്നത്? ഏത് ട്രെയിനിലാണ് ടെലിവിഷൻ ഉണ്ടായിരുന്നത്? നമ്മുടെ കുട്ടികൾ പാവങ്ങളാണ്. നമ്മുടെ മക്കൾക്ക് എത്ര മണിക്കൂർ കണ്ണടച്ചിരിക്കാൻ കഴിയും? നമ്മുടെ കുട്ടികൾക്ക് എത്ര മണിക്കൂർ ചെവിടുമൊത്തിരിക്കാൻ കഴിയും? സാധുക്കളാണ്. പക്ഷേ ആ മക്കളെ മോനെ മോളെ എന്ന് വിളിക്കേണ്ടുന്ന ഉമ്മയും ഉപ്പയും അവർക്ക് പോലും ശ്രദ്ധ കുറയുകയാണ്. പഴയകാലത്ത് 4 മണിക്ക് സ്കൂൾ വിടുന്നുവെങ്കിൽ 4:30 മണിക്ക് വീട്ടിലെത്തിയില്ല. വാപ്പയുടെ മനസ്സ് പതറുന്നു, ഉമ്മാന്റെ മനസ്സ് അതിരെ തളരുന്നു. മോളെവിടെ? മോള് വൈകിയല്ലോ, മോന് വൈകിയല്ലോ. രാത്രി 3 മണി 3:30 മണിക്ക് റോഡരികിലും കടകട ചാരത്തും ഇരിക്കുമ്പോ എന്റെ മക്കൾ എവിടെയാ ഉള്ളതെന്ന് വീട്ടിൽ സുഖമായി കിടക്കുന്ന മാതാപിതാക്കൾക്ക് പോലും നോക്കാൻ സമയമില്ലാത്ത മലയാള മണ്ണിലാണ് നമ്മൾ ജീവിക്കുന്നത്. പിടച്ചെന്നു കണ്ടാൽ കയ്യുയർത്തി നീ തേടണം. അതുമാത്രമല്ല ശരിക്ക് ഭരമേൽപ്പിക്കണം. നമ്മുടെ കുട്ടികളെ 5 വഖത്തിലും ദുആ ചെയ്യണം. പിടക്കുന്നെന്ന് കണ്ടാൽ വീണ്ടും ദുആ ചെയ്യണം, കൈപിടിക്കണം. മാത്രമല്ല അല്ലാഹുവിനെ തവക്കുലാക്കുകയും വേണം. ഇത്രമാത്രം മഹാന്മാർ നമ്മോട് പഠിപ്പിക്കുന്നുവെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് നമ്മുടെ മക്കളെ പോറ്റാൻ +2 പഠിക്കുന്ന കുട്ടിയല്ല, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ ഇന്നലെ വഅദ് കഴിഞ്ഞ് ദർസിലേക്ക് പോകുന്ന സമയം 2:30-3 മണി കഴിഞ്ഞ സമയത്തും 10-15 കുട്ടികൾ, അതിൽ ഏത് കുട്ടികൾ അറിയോ? 10ാം ക്ലാസ്സിൽ പോലും എത്താത്ത മക്കള് രാത്രി 3 മണിക്കൊക്കെ റോഡിൽ ഇരുന്ന് അവർ എന്തോ ഒരു ഹരം, ഫുട്ബോളിന്റെ ഹരമോ എന്തരമോ ഞാൻ വിമർശിക്കുകയല്ല, പക്ഷേ നമ്മുടെ മക്കളാണത്.
നല്ല നല്ല ഹാജിമാരുടെ മക്കളാണ്, നല്ല നല്ല ഹജ്ജുമ്മമാരുടെ മക്കളാണ്. അവര് സുഖമായി കിടന്നുറങ്ങുമ്പോൾ അവരുടെ മക്കൾ റോഡരികിലാണ്, അവരുടെ കുട്ടികൾ വേറെ ഭാഗത്താണ്. മോനെ മോളെ എന്ന് വിളിക്കാൻ ഉപ്പാക്ക് സമയമില്ല. ആ കുട്ടികളെ സന്തോഷിപ്പിച്ച് ആ കുട്ടികളെ നല്ല ഹിക്കുമത്തോടുകൂടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വളർത്തുന്ന അഭിവന്ദരായ ഉസ്താദുമാരെ തെറി വിളിക്കുന്നതും ഉസ്താദുമാരുടെ മുഖത്ത് വിരൽ ചൂണ്ടുന്നതും ഉസ്താദുമാരുടെ മുഖത്ത് കൈപ്പത്തി തൊടുന്നതും നഊദു ബില്ലാഹ്. ഇഖ്തഇ ലിസാനക അൻ ഹമലത്തിൽ ഖുർആൻ. മുസ്ലിമീങ്ങളെ സൂക്ഷിക്കണം. വാട്സപ്പ് ലോകം മൊത്തമായതുകൊണ്ട് എന്തും പറയാം. ഈ പ്രസംഗിക്ക് നിരൂപണം നടത്താനും വിമർശിക്കാനും ആളുകളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ നമുക്ക് ആഖിറത്തിന്റെ മക്കളാണ്, സ്വർഗത്തിൽ കിടക്കണമെന്ന് കൊതിക്കുന്നവരാണ്, പള്ളിപ്പളമ്പരിൽ വെളിച്ചം കെട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. അഭിവന്ദരായ ഉസ്താദുമാരെ ഇരുത്തി, ബഹുമാനപ്പെട്ടവരടക്കമുള്ള ഉമറാക്കളെ ഇരുത്തി ഞാനൊരു വാക്ക് നിങ്ങളോട് പറയട്ടെ. അഥവാ